ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിംഗ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പാക്കേജ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും, ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രോഡക്റ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇത് വന്നിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബാഗിലാണ്. ഇത് ഇപ്പം വീഡിയോയ്ക്കകത്ത് ഫുള്ള് കവർ ചെയ്യുന്നില്ലെങ്കിലും ഈ പാക്കേജ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം വീഡിയോയ്ക്കകത്ത് ഫുള്ള് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലായില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് ഇറക്കാം. നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോസ് അപ്ലോഡ് ആകുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഈ വാങ്ങുന്ന പ്രോഡക്റ്റുകളുടെ എല്ലാം ഫോട്ടോസ്, എൻ്റെ കൈ കിട്ടി കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസും സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോയുടെ എൻഡിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താ പ്രോഡക്റ്റ് എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബാഗാണ്, ബാക്ക് ബാഗാണ്. നമുക്ക് സ്കൈ ബാഗിൻ്റെ ഒരു ബാഗാണിത്. ഇവിടെ നോക്കിയാൽ VIP ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ്, എത്ര സൈസ് ഉണ്ടെന്നുള്ളതൊക്കെ പുറത്തും അകത്തുമുള്ള സൈസൊക്കെ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ സൈസും എക്സ്റ്റേണൽ സൈസായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് MRP വന്നിരിക്കുന്നത് 2200 രൂപയാണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു 500-നും 600-നും ഇടയ്ക്കായിട്ടുള്ളൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്കേജ് ഒന്ന് ഓപ്പൺ ആക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാക്കേജിങ്ങും നല്ല വൃത്തിക്ക് തന്നെയാണ് ബാഗ് ഇരിക്കുന്നത്. അല്ല റിട്ടേൺ വന്നതോ അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇതുവരെ. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ പേര് Graph+02 ലാപ്ടോപ്പ് ബാഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ സ്കൈ ബാഗ് എന്നും സ്കൈ ബാഗ് മൂവ് ഇൻ സ്റ്റൈൽ എന്നും കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ അല്ലെ ഒരു ഗ്രേ, വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ ലൈറ്റ് കടും ബ്ലൂ ആണ്. നല്ലൊരു ഗ്രേയും ഒരു ബ്ലൂവും കലർന്നൊരു കളറും ഒരു ഗ്രീൻ കളറും ബ്ലാക്ക് കളറുമാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സ്കൈ ബാഗിൻ്റെ കൂടുതൽ ഒരു കാർഡും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വാറണ്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇതിന് 12 months വാറണ്ടി ഉണ്ട്, ഇൻ്റർനാഷണൽ വാറണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ VIP ഇൻഡസ്ട്രി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെയിം മുമ്പ് കണ്ട ടാഗ് പോലെ തന്നെ ഇതിൻ്റെ അകത്തും നമ്മുടെ ഈ ഇൻറ്റേർണൽ സൈസും എക്സ്റ്റേണൽ സൈസും കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ച് വായിക്കാവുന്നതാണ്. അപ്പം ഈ ബാഗിന് ടോട്ടലി 3 ഉറയാണ് വരുന്നത്. ഓരോ ഉറ ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഉറയാണ്. രണ്ടാമത്തെ ഉറ കുറച്ചുകൂടെ വലിയ ഒരു ഉറയാണ്. ഇവിടെ നമുക്ക് ഫോണോ അങ്ങനെ പവർ ബാങ്കോ അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ 2 ചെറിയ ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. പേനായോ അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത്, ഇത് എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഉറ ഉണ്ടെന്ന്. അകത്ത് പിന്നെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്, നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അകത്തൊക്കെ ഒരു വെള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡ് ഉറയ്ക്ക് 2 സിബ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഉറയ്ക്ക് ഒരു സിബേ ഉള്ളൂ. മെയിൻ കമ്പാർട്ട്മെൻറ്റ് കൂടെ ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ മെയിൻ കമ്പാർട്ട്മെൻറ്റ്. അത്യാവശ്യം വെള്ളയാണിത്, ചെളി പിടിച്ചാൽ പെട്ടെന്ന് അറിയാൻ സാധിക്കുന്നതാണിത്. പിന്നെ നമുക്കിവിടെ ലാപ്ടോപ്പ് വെച്ചിട്ട് സീൽ ചെയ്യാനായിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ലാപ്ടോപ്പൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഹെൽപ്പാവും. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെയാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്പോഞ്ചാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പോഞ്ചാണ്. അതേപോലെ തന്നെ ഈ വെള്ള തുണിയിലും എല്ലായിടത്തും അവരുടെ ബ്രാൻഡിങ് ആയിട്ടുള്ള സ്കൈ ബാഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോക്കകത്ത്. പിന്നെ ചെറിയ ചെറിയ പാറ്റേണും ഡിസൈൻസും ഒക്കെ അതിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ പുറവശം നോക്കുവാണെങ്കിൽ ബെൽറ്റ് ടു ലാസ്റ്റ് സ്ട്രാപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എയർ മെഷ് എന്ന് പറഞ്ഞ് ഇവിടെ ഇത് എയർ മെഷാണ്, ഇത് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പ്ലാസ്റ്റിക്, ഇതെന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല, എയർ മെഷ് എന്ന് എഴുതിയിട്ട് അത് കവർ ചെയ്തേക്കുവാണ്. അതേപോലെ തന്നെ 2 സൈഡിലും ബോട്ടിൽ വെക്കാനായിട്ടുള്ള ഓരോ കമ്പാർട്ട്മെൻറ്റ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബാഗിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 22 ലിറ്റേഴ്സാണ് ഈ ബാഗിൻ്റെ ഒരു ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഒരു ബാഗിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ 22 ഇഞ്ച് ലെങ്തും, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 11 ഇഞ്ചും, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 19 ഇഞ്ചുമാണ്. അതേപോലെ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോളിസ്റ്ററാണ് മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചില ബാഗുകൾക്കൊക്കെ റെയിൻകോട്ട് കവർ വരും ബാഗിന്.
ബാഗിൻ്റെ കവർ വരും. ഇതിനത് വന്നിട്ടില്ല. 460 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് സാധനമൊന്നുമില്ലാതെ 460 ഗ്രാമാണ്. അതുപോലെ തന്നെ മെയിൻ ഒരു ഹൈലൈറ്റാണ് ഈ 12 മന്ത്സ് വാറണ്ടി എന്ന് പറഞ്ഞത്. 12 മന്ത്സ് ഇൻ്റർനാഷണൽ വാറണ്ടിയാണ്. അത് ഇവിടെ നമുക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്നുള്ളതും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. vipindustries.co.in/warranty.php എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കമ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ഡ്രിങ്ക് കപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്കൈ ബാഗ് മൂവ് ഇൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ബാഗിന് വന്നേക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസുമാണ്. സ്കൂളുകൾ കോളേജുകൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ, ലാപ്ടോപ്പ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സിബിൻ്റെ ഒക്കെ ആണെങ്കിലും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണിത്. നമുക്ക് മനസ്സിലാവും. കമ്പാർട്ട്മെൻ്റ് ആണെങ്കിലും സിബിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് മറ്റേ ഫസ്റ്റ് ഓറം. അത് ഒരു സിലിക്ക ജെല്ല് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 അതുവരേക്കും താങ്ക് യു.